ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 7 o'clock ആകാൻ പോകുന്നു. ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കൊട്ടഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. വല്ലാത്തൊരു പേരില്ലേ, കൊട്ടഗിരി. ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഊട്ടി പോയിട്ടുണ്ട്, അതും വളരെ കുഞ്ഞിലെ. അപ്പോൾ കൊട്ടഗിരി എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി വെച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാൽ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ട്രിപ്പാണിത്. കുറേ ആഗ്രഹിച്ചത്, ഞാൻ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് കൊടൈക്കനാൽ പോകാമെന്നായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ ക്ലൈമറ്റ് അത്ര രസമൊന്നും ഇല്ലല്ലോ കൊടൈക്കനാൽ. സോ കൊട്ടഗിരി പോകാമെന്ന് വിചാരിച്ചു. കൊട്ടഗിരി ഐ തിങ്ക് നമ്മുടെ കൊടൈക്കനാലിൽ നിന്നും ഒരു 30 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. അരമണിക്കൂർ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം. പിന്നെന്താ, ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ ആക്ച്വലി ക്യൂട്ട് എങ്ങനെ നോക്കിയാലും ക്യൂട്ട് തന്നെ. ഇതിപ്പോൾ എങ്ങനെയാണ് വെക്കാൻ നോക്കാം, പക്ഷെ നടക്കുന്നില്ല. ആക്ച്വലി എനിക്കിതിൻ്റെ ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു, ഒരു സെൽഫി സ്റ്റിക്കല്ലേ, അത് വേണമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങി, അത് തന്നെ ഐ തിങ്ക് 3000 അടുപ്പിച്ചായി. പിന്നെ അല്ലാണ്ട് ഒരു സ്റ്റാൻഡ് വാങ്ങി. ഇത് രണ്ടും വീട്ടിലിപ്പോൾ സത്യം പറഞ്ഞ് തുണി ഉണക്കാൻ ഇടുന്ന പോലെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തുണി ഉണക്കാറുണ്ട് അതിനകത്ത്. സോ സാനി പറഞ്ഞു ഇപ്പം ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് ആ സാധനം എടുത്ത് ആദ്യം യൂസ് ചെയ്യും, എന്നിട്ട് സെൽഫി സ്റ്റിക്ക് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെൽഫി കട്ടൻ ചായ ഒന്നും വേണ്ട. മണി 7 മണിയായി. സാനി പോസ്റ്റ് ഒന്നല്ല, സാനി ഫസ്റ്റ് ഇറങ്ങി. ആക്ച്വലി നമ്മൾ ഇന്ന് 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റില്ല. ബിക്കോസ് അവര് ഉറക്കെഴുന്നേറ്റ് തന്നെ നമ്മൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷം 6:30 ആയപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചു. അപ്പോഴാണ് അവർ എഴുന്നേറ്റത് തന്നെ. സോ എന്നിട്ടും ഇത്രയും സമയമായിട്ട് റെഡി ആയിട്ടില്ല. ഇപ്പോൾ 6:51 7 മണിയാവാനായി. സോ 1 hour കൂടുതൽ നമ്മൾ ലേറ്റാണ്. 1 hour ലേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പിന്നെ ഇനി പോകുന്നത് ഇവിടേക്കായിരിക്കും, ഫുഡ് കഴിക്കാനായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ട്രാഫിക് ബ്ലോക്കൊക്കെ കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. യൂഷ്വലി ഞാൻ സാനിയും ട്രിപ്പ് പോകുമ്പം കുറേ നേരത്തെ ഇറങ്ങാറുണ്ട്. മാക്സിമം ഒരു ഫ്ലൈറ്റിലൊക്കെയാണ് പോകാറ്. പക്ഷെ മാക്സിമം ഇവിടെ നാഗ ട്രിപ്പ് പോയിട്ടുള്ള തൊട്ട് കുറച്ചടുത്ത് മാക്സിമം നമ്മൾ കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. അതിലൊന്നും കൊടൈക്കനാലൊന്നും ഫ്ലൈറ്റ് ഉള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സാധാരണ നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട്. 5:30 മാക്സിമം ആ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങും. ഇപ്പം ഇത്രയും ലേറ്റായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ രാവിലെ പോകാനാണ് ഇഷ്ടം. അതൊരു വൈബാണ്. കൂടുതൽ ട്രാഫിക്കും ഒന്നും കിട്ടില്ല, അടിപൊളിയായിട്ട് പോവാം. കുറേ ദൂരം കഴിയുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലേ, തമിഴ്നാട് കയറുമ്പോൾ പിന്നെ ഈ ട്രാഫിക്കിൻ്റെ വലിയ പ്രശ്നമില്ല. ഇല്ല. ഇപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. എൻ്റെ
ബൈ. എന്താല്ലേ എത്ര നേരം ഞാൻ ആ പ്ലേസിൻ്റെ പേര് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ ഊട്ടി എന്നായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കൊടൈക്കനാലെന്നും കൊട്ടഗിരി എന്നുമാണ്. പക്ഷെ അത് കോട്ടഗിരിയാണ് ആൻഡ് കൂനൂർ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന ക്ലൈമറ്റാണ് മക്കളെ ഇപ്പോഴും അവിടെ. ഊട്ടിയിലൊന്നും ഭയങ്കര ചൂടാണെന്ന് പറയുന്നത് ശരിക്കും സത്യമാണ്. നൈറ്റ് ആകുമ്പോൾ കൂനൂർ ഭാഗത്തുള്ള ക്ലൈമറ്റ് ഈ കാണുന്നതാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം, ഈ ക്ലൈമറ്റിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടണം, എവിടെയാണ് തൊട്ടടുത്തൊരു തണുപ്പുള്ള സ്ഥലം എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് നേരെ ഇങ്ങോട്ടേക്ക് വിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പക്ഷെ കൊടൈക്കനാലിൽ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി മടുപ്പിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഒന്നും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങരുത്. കാരണം മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്, നമുക്ക് നേരെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഫുൾ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ. അപ്പം അതിനെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ ഒരു 2-3 ഫോട്ടോസ് കേട്ടോ. പറഞ്ഞോണേ, ഇൻട്രോ പറയാം. തൂനൂരല്ല തൂനൂര്. അവൻ്റെ പേര് യാസു എന്നാണ്. അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ മകനാണ് കേട്ടോ. ഞാൻ അവരാരെയും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഇത് കോട്ടഗിരിയിലെ ഡേയിലുള്ള ക്ലൈമറ്റാണ്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സണ്ണിയാണ്, ചൂടുണ്ട്, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട്, ഒരു ഇടക്കാല ആശ്വാസം എന്നൊക്കെ പറയില്ലേ അതുപോലെ. പക്ഷേ എൻറ്റേർലി ഡിഫറെൻ്റ് ആയിരിക്കും നൈറ്റ് ഉണ്ടാവുന്ന ക്ലൈമറ്റ്. സ്പെഷ്യലി കൂനൂരിൽ അങ്ങനെ ആയിരിക്കും. ഇത് ഞങ്ങൾക്ക് ഈ ഒരു ചായക്കട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ വില്ലേജാണ് കേട്ടോ കൂനൂർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കൂനൂർ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീട് കണ്ടു. അതിൻ്റെ ബാക്ക് ഏരിയയിൽ ഫുള്ള് കൃഷിയായിരുന്നു. എന്തൊക്കെയൊക്കെയോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവാളയുണ്ട്, ഉള്ളിയുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവരോട് ഇങ്ങനെ ചോദിച്ചു, ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പാട് തന്നെ അവർ പറഞ്ഞു, ആ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു. പിന്നെ കഴിച്ചോട്ടെ, ഇതൊന്ന് പ്ലക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒരു തവണ അവരോട് ചോദിച്ചു. പിന്നീട് എനിക്ക് തോന്നി, അതവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് എനിക്ക് തോന്നി വേണ്ട, അലോ ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം നമ്മളാണെങ്കിൽ മേ ബി ഞാനാണെങ്കിലും കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഇല്ല, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഈ കാണുന്നത് ഒരു തരം ടൊമാറ്റോ ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ കണ്ടുവരുന്ന ഒരു തരം ടൊമാറ്റോ ആണ് കേട്ടോ. അത് കഴിക്കാൻ ഞാൻ ഒരു തവണ ഒരെണ്ണം മേടിച്ച് കഴിച്ചു നോക്കി, എനിക്കത്ര സെറ്റായിട്ടില്ല. അതാണോ അതോ ഇനി അതൊരു കൈൻഡ് ഓഫ് ഫ്രൂട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചിരുന്ന ഒരു ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അത് ടൊമാറ്റോ ആണ്, ഒരു കൈൻഡ് ഓഫ് ടൊമാറ്റോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് ഫ്രൂട്ടിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നത്, നമ്മൾ സാധാരണ കഴിക്കുന്ന ടൊമാറ്റോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൊമാറ്റോ ആണത്. പിന്നെ ക്യാരറ്റ് കണ്ടോളൂ, കണ്ണിറയെ കണ്ടോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊടൈക്കനാലാണെങ്കിലും ഊട്ടിയാണെങ്കിലും മൂന്നാറിലും എനിക്കിഷ്ടമാണ്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അത് പ്ലക്ക് ചെയ്തെടുത്ത് കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിവിടെ കിട്ടുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് കുറവായിരിക്കും, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ സവാള, ക്യാരറ്റ്, പയറ്, കോളിഫ്ലവർ, പയറ്, ഇവിടെ കഴിക്കുന്ന ഒരു തരം ടൊമാറ്റോ ഫ്രൂട്ടാണ് കേട്ടോ അത്. ഞാനിവിടെ ഇല്ലാത്ത ഒന്നുമില്ല, ഇവിടെ എല്ലാം. അതിൻ്റെ നടുവിൽ നമ്മൾ, ഇതെല്ലാം സവാള കേട്ടോ. ആരുടെയോ കൃഷി. ആരുടെയും കൃഷി ചോദിച്ചപ്പോൾ അലോ ചെയ്തു, ഓക്കെ വന്നോന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും എടുക്കാൻ പാടില്ല. അവൻ അവിടെ നടന്നിട്ട് വീഡിയോ എടുക്കും. എന്ത് രസം. നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളൊരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന ഒരു വ്യൂ പോയിൻ്റ്. ഇതവിടെ ആ ഡെസ്റ്റിനേഷൻ്റെ മുകളിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. പട്ടു എന്നാണ് പേര്. ഞാൻ കുറച്ച് നേരം അവനെ എടുത്ത് കളിപ്പിച്ചിട്ടോ. പിന്നെ ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ എന്തായിരുന്നാലും എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാൻ എപ്പോഴും ട്രിപ്പ് വരുമ്പോൾ
ഒരു മീ ടൈം എടുക്കാറുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഷോർട്സിലും പറഞ്ഞത്. ആ മീ ടൈം ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് റിലാക്സ് ആക്കാറുണ്ട്. ഐ ഫീൽ വെരി ഹാപ്പി. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ഓടിയതാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ഒരു മീ ബ്രേക്ക് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി റാഗി കോൺഫ്ലെക്സ് ആണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും ചെയ്തു. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഞാനെടുത്തത് കുറച്ച് കോഫി പൗഡേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഒന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ രീതിയിൽ ചെറുതായിട്ടൊരു മീ ടൈം എടുത്തതുപോലെയൊക്കെ ഒന്ന് ഫീലായി. ഐ ഫീൽ വെരി ഹാപ്പി അങ്ങനെ ഒരു മീ ടൈം എടുക്കുമ്പോൾ. എന്താണെന്നറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഒരു ചെറിയ ബ്രേക്കാണെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഒരു റിലാക്സേഷൻ മൂഡ് തരും. കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റ് പോയി വന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്നല്ല, പക്ഷേ എന്തോ ഒരു റിലാക്സേഷൻ തരും. അതൊക്കെ കഴിഞ്ഞിട്ട് ടോയ് ട്രെയിനിൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇത് എക്സാക്ട് കോട്ടഗിരിയാണ്. പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു ക്യൂ ഉണ്ടായിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലേറ്റായിപ്പോയി. നമ്മൾ കുറച്ചുകൂടിയൊക്കെ നേരത്തെ പോകണം അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ. നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം ഒരു 10 o'clock മുന്നേ വന്നാലേ ട്രെയിനും ടിക്കറ്റൊക്കെ കിട്ടി നിങ്ങൾക്കൊന്ന് സമാധാനത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേ നേരം നിന്ന് നമ്മളൊന്ന് സ്പെൻഡ് ചെയ്തു, എങ്ങനെയാണെന്നൊക്കെ അറിയാലോ എന്നൊക്കെ വിചാരിച്ച് കുറേ നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. ബിക്കോസ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോയ് ട്രെയിൻ കാണുന്നത്. ഇതിലും എ സിയും ഉണ്ട് കേട്ടോ. എ സിയിൽ വേണമെങ്കിൽ എ സിയിലും കയറാം, നോർമലുണ്ട്. എഗെയിൻ സോറി, വൺ മോർ ടൈം എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് കോട്ടഗിരി അല്ല, കൂനൂരിലുള്ള ടോയ് ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. എന്താ പറയുക, ലാവൻഡർ കളറിലുള്ള ഫ്ലവേഴ്സും ഒക്കെ കൂടിയിട്ട് അടിപൊളിയാണ് കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതോടുകൂടി ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വാലും തുമ്പും ഒന്നും ഇല്ലാണ്ടാണ്